CPM നേതാക്കളും ബാങ്ക് ജീവനക്കാരും ചേർന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ കേസിൽ CPMന്റെ നേതാവും MP-യുമായ കെ രാധാകൃഷ്ണനെ നാളെ ED ചോദ്യം ചെയ്യുകയാണ്. നാളെ തിങ്കളാഴ്ച ദില്ലിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാട്ടി രാധാകൃഷ്ണൻ MP-ക്ക് ED അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. MP ആണെന്നും പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ടെന്നും പറഞ്ഞ് സമയം കിട്ടുമ്പോൾ ഹാജരാകാം എന്നൊരു ഉദ്ദേശത്തിൽ ഇങ്ങനെ സമയം കഴിച്ചുകൂട്ടാൻ വിചാരിച്ച രാധാകൃഷ്ണൻ MP-യെ തൂക്കിയെടുക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. കാരണം കേസ് അത്രയ്ക്കും വലുതാണ്. പാവങ്ങളുടെ കണ്ണീര് വീണ കേസാണ് കരുവന്നൂർ കേസ്. രാധാകൃഷ്ണൻ പണം തട്ടിയെടുത്തു എന്ന് ആരും പറയുന്നില്ലെങ്കിലും അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഉത്തരവാദിത്വത്തോടെ കാണിച്ച കൃത്രിമത്വത്തിൽ നിന്നും അദ്ദേഹത്തിന് തലയൂരാൻ കഴിയില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിനിടയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നിരിക്കുന്നത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. കേസ് അന്വേഷണത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ കൊച്ചിയിലെ തന്നെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുകയും പിന്നാലെ ചെന്നൈയിൽ നിന്ന് സ്ഥലം മാറിയെത്തുന്ന മലയാളിയായ രാജേഷ് നായരെ കരുവന്നൂരിന്റെ കേസ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവിക മാറ്റം മാത്രമാണെന്നും കേസ് നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും ED വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയുള്ള അന്വേഷണം നമുക്കറിയാം. വമ്പൻ നേതാക്കൾ, അതായത് MLA AC മൊയ്തീൻ, അതുപോലെ സംസ്ഥാന നേതാവ് MK കണ്ണൻ തുടങ്ങിയവർ ഇതിൽ തട്ടിപ്പ് നടത്തിയെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അവരെയൊന്നും തൊടാതെ ഒരൊറ്റ ലോക്കൽ അരവിന്ദാക്ഷനിൽ കാര്യങ്ങൾ ഒതുക്കിയിരുന്നു. അതോടെ പ്രധാനമന്ത്രി വരെ ഇടപെട്ട കരുവന്നൂർ കേസിൽ BJPക്ക് തന്നെ നാണക്കേടായി മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വീമ്പിളക്കലും ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ആ സാഹചര്യത്തിലാണ് പുതിയ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നതും പൊക്കാൻ ബാക്കിയുള്ളവരെയെല്ലാം പൊക്കാൻ പദ്ധതിയിടുന്നതും എന്നാണ് അറിയുന്നത്. അത് മനസ്സിലായത് കൊണ്ടാകാം കരുവന്നൂർ കേസിനെ സംബന്ധിച്ച് ED സമൻസ് രാഷ്ട്രീയ പകപോക്കലെന്ന് രാധാകൃഷ്ണൻ MP പറഞ്ഞിരിക്കുന്നത്. നീക്കത്തിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ലോക്സഭാ സമ്മേളനത്തിന് ശേഷം ഹാജരാകാമെന്ന് EDയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് രാധാകൃഷ്ണന് ED സമൻസ് അയച്ചതാണ്. എന്നാൽ ഈ സമയം പാർലമെന്റ് സമ്മേളനത്തിൽ ഡൽഹിയിലായിരുന്നു എന്നുള്ളത് കൊണ്ടും അതെല്ലാം കഴിഞ്ഞിട്ട് ഹാജരാകാം എന്നൊരു നിലപാടിലായിരുന്നു രാധാകൃഷ്ണൻ MP ഉണ്ടായിരുന്നത്. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാൻ കഴിയില്ലെന്നും MP-ക്ക് കൊച്ചിക്ക് വരാൻ കഴിയില്ലെങ്കിൽ MP ഉള്ളെടുത്ത് തങ്ങൾ വന്നോളാം എന്ന കടുപ്പിച്ച നിലപാടിലാണ് ഇപ്പോൾ ED എത്തിയിരിക്കുന്നത്. ഏതായാലും കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് EDയുടെ നീക്കം എന്നുള്ളത് CPM കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്.